MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഡീൻ കുര്യാക്കോസിനോട് എതിരഭിപ്രായമുണ്ടെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടത് പ്രത്യേക സാഹചര്യത്തിലാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നില്ലെന്നും സമിതി രക്ഷാധികാരി ആർ മണിക്കുട്ടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെന്ന് പറയുമ്പോഴും ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ അനുകൂലിക്കുമെന്നാണ് സമിതിയുടെ നിലപാട്. ഏതാനും ദിവസം മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇടുക്കിയിലെത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുണ്ടെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ സമിതിയുടെ പിന്തുണ പൂർണ്ണമായും ഉണ്ടെന്ന ഗോവിന്ദന്റെ വാക്കുകളോട് സമിതി പൂർണ്ണമായും യോജിക്കുന്നില്ല. സമിതി നേതൃത്വം ഇനി തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സമിതി രക്ഷാധികാരി ആർ മണിക്കുട്ടൻ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ലീഡർഷിപ്പിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സഭാ മേലധ്യക്ഷന്മാരും സമുദായ നേതാക്കന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. പക്ഷേ 2014 ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തൊരു തീരുമാനം, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. അതേസമയം തെരഞ്ഞെടുപ്പുകളിൽ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിൽ ഡീൻ കുര്യാക്കോസിനെ തള്ളുകയാണ് സമിതി നേതൃത്വം. ജോയിസ് ജോർജ് ഇടുക്കിയുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു. എന്നാൽ ഡീൻ കുര്യാക്കോസിന് അതിന് കഴിഞ്ഞിട്ടില്ലെന്നും ആർ മണിക്കുട്ടൻ. ഒരു ജോയിസ് ജോർജിന് 2014 കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയതുപോലെയുള്ള ഒരു സമർത്ഥമായ ഇടപെടൽ ഇടുക്കിയിലെ പാർലമെന്റ് അംഗമെന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ഇടുക്കി മാത്രമല്ലല്ലോ, വേറെ എത്രയോ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവരുടെ ഒന്നും ഭാഗത്ത് നിന്ന് ഒരു സമർത്ഥമായ ഇടപെടൽ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാർ അവർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കാൻ വേണ്ടി തന്നെ നിലപാടെടുത്തവരാ. സമിതി രാഷ്ട്രീയ സംഘടനയല്ല. സമിതിയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പുകളല്ല എന്ന് വ്യക്തമാക്കുമ്പോഴും 2014 ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിയന്ത്രിച്ചത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണ്. അന്ന് സമിതിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ജോയിസ് ജോർജ് ഇന്ന് CPIM ചിഹ്നത്തിലാണ് ഇടുക്കിയിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാടില്ല എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും അന്നും ഇന്നും ജോയിസ് ജോർജിനെ ചേർത്തുപിടിക്കുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മറ്റൊരു രാഷ്ട്രീയ നിലപാടല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.